കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ മെറ്റീരിയൽ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്ന ഏരിയയിലെ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ, പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റം, കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്, അതേപോലെ തന്നെ പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം എന്നീ ടെക്നിക്സുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടെക്നിക്സുകൾ ABC വെഡ് അനാലിസിസ് എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം, ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക് അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക്കിൽ വരുന്ന ഒരു ടെക്നിക്കാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സാധാരണ ഒരു ഫാക്ടറിയിൽ ഒരുപാട് നമ്പർ ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാകുന്ന സമയത്ത് it is essential to have a proper classification and codification for their easy identification and efficient handling and storing. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷനും കോഡിഫിക്കേഷനും എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത്. ഇനി എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസിഫിക്കേഷൻ മീൻസ് അറേഞ്ചിങ് മെറ്റീരിയൽസ് ഇൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ് ബേസ്ഡ് ഓൺ സം റീസണബിൾ ബേസിസ്. ഓക്കെ, ചില റീസണബിൾ ബേസിസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ മെറ്റീരിയൽസിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സുകളായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈച്ച് ഗ്രൂപ്പ് ഓർ ക്ലാസ് വിൽ ഹാവ് സം കോമൺ ഫീച്ചർ. ചില കോമൺ ആയിട്ടുള്ള ഫീച്ചറുകൾ രണ്ടിനും ഉണ്ടാകും. ഓക്കെ, സാധാരണ ക്ലാസിഫിക്കേഷൻ ഇറ്റ് മേ ബി സബ്ജക്റ്റീവ് ഓർ ഒബ്ജക്റ്റീവ്. ദാറ്റ് ഈസ് ഹിയർ സബ്ജക്റ്റീവ് മീൻസ് ബേസ്ഡ് ഓൺ എന്താണ്, നാച്ചർ ആണ്, ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് മെറ്റീരിയൽ ആണ്. ദെൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എന്താണ്, പർപ്പസ് ആണ്, ബേസ്ഡ് ഓൺ പർപ്പസ് ഓഫ് മെറ്റീരിയൽ ആണ്. ഓക്കെ, സാധാരണ ഫാക്ടറികളിൽ അപ്ലൈ ചെയ്യുന്ന എന്താണ്, ഈ ഒരു മെത്തേഡാണ്. ദാറ്റ് ഈസ് സബ്ജക്റ്റീവ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ് സാധാരണ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സബ്ജക്റ്റീവ് മീൻസ് ഇവിടെ നാച്ചർ ഓഫ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കോമ്പണൻസ് അതേപോലെയുള്ള ഐറ്റംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വർക്കിംഗ് പ്രോഗ്രസ്, ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് സാധാരണ എന്ത് ചെയ്യുന്നത് ഫാക്ടറികളിൽ നടത്തുന്നത്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ചിങ് മെറ്റീരിയൽസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി കോമൺ ഫീച്ചേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ് ഇസ് നോൺ ആസ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജനറലി ക്ലാസിഫിക്കേഷൻ ഈസ് ഫോളോഡ് ബൈ കോഡിഫിക്കേഷൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ ആണ് എന്ത് വരുന്നത്, ഇവിടെ കോഡിഫിക്കേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഹിയർ കോഡിഫിക്കേഷൻ മീൻസ് process of allotting codes to the various items of materials in the stores. ഓക്കെ, അതായത് ഓരോ കാറ്റഗറിക്കും ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് കോഡുകൾ അസൈൻ ചെയ്യുന്നു. ഇറ്റ് മേ ബി സിമ്പിൾ ആവാം, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ആവാം, അല്ലെങ്കിൽ നമ്പർ ആവാം. ഓക്കെ, അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കോഡിഫൈ ചെയ്യുന്നു. ഓക്കെ, ദർ ആർ 3 methods to codify a material, that is alphabetical, ന്യൂമറിക്കൽ ആൻഡ് ആൽഫ ന്യൂമറിക്കൽ. ഓക്കെ, അപ്പോൾ 3 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കോഡിഫിക്കേഷൻസ് നടത്താം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വരുന്ന ഒരു മെറ്റീരിയൽ വരുന്നത് എന്താണ്, നമ്മുടെ ഇൻവെൻട്രി ഒരു മെറ്റീരിയൽ വരുന്നത് ഒരു റബ്ബറാണ് മെറ്റീരിയൽ വരുന്നത് എന്ന് വെക്കുക. നമ്മളൊരു ചപ്പൽ മാനുഫാക്ചറിങ് ആണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ റബ്ബറാണ് മെറ്റീരിയൽ വരുന്നതെങ്കിൽ ഈ റബ്ബറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഫസ്റ്റ് ലെറ്ററായ R എന്നതുകൊണ്ട് സൂചിപ്പിച്ച് R എന്ന് കോഡ് കൊടുക്കുന്നു. ഓക്കെ, റബ്ബറിന് R എന്നുള്ള കോഡ് കൊടുക്കുന്നു. ഇനി ന്യൂമറിക്കലായിട്ട് നമുക്ക് കോഡിങ് നൽകാം, അതായത് ഇവിടെ ജസ്റ്റ് 0, 1 എന്ന് കോഡ് കൊടുക്കുന്നു. ഇനി അതല്ലെങ്കിൽ ആൽഫ ന്യൂമറിക്കൽ ആകാം. ആൽഫ ന്യൂമറിക്കൽ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ ആണ്. ദാറ്റ് ഈസ് ഇവിടെ എന്ത് കൊടുക്കുന്നു, R1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ, ഇപ്പോൾ വുഡ് ആണെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ പറയാം, ഇപ്പോൾ W എന്ന് ആൽഫബറ്റിക്കലി കോഡ് ചെയ്യുന്നു. ഇനി നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ 01 കൊടുക്കുന്നു. ഇനി ആൽഫ ന്യൂമറിക്കൽ ആണെങ്കിൽ W1 ഇങ്ങനെ കോഡ് ചെയ്യുന്നു. ഇതാണ് ഈ ഒരു 3 മെത്തേഡ് ഓഫ് കോഡിഫിക്കേഷൻ വരുന്നത്. ആൽഫബറ്റിക്കൽ ആകാം, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആകാം, അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക്കൽ കോഡിംഗ് ആകാം. അതായത് ആൽഫബറ്റിക്കൽ മെത്തേഡ് ഓഫ് കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ കോഡിഫിക്കേഷൻ, ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ഫോർ codification in the case of alphabetical coding. Then in the case of numerical coding, numbers are used for codification. In the case of alphanumerical coding, both combination of alphabets and numerics are used for codification. Okay, inventory control technique il varuna chila techniques galana perpetual inventory system, continuous stock taking and periodic inventory system. Okay, ഇത് മൂന്നിനെയും നമ്മൾ കേൾക്കുന്ന സമയത്ത് ഏകദേശം ഒരേപോലെ വരും ടേംസുകൾ.
പക്ഷെങ്കിൽ ഇതെന്താണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം, ഇൻ ദി കേസ് ഓഫ് പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം all movements of materials are recorded and latest balance is ascertained or determined. Okay, അതായത് മെറ്റീരിയലിൻ്റെ എല്ലാ മൂവ്മെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാലൻസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇതിനെയാണ് പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ICMA London, a system of records maintained by the controlling departments which reflects the physical movements of stock and their current balance. Okay, അതായത് സിസ്റ്റം ഓഫ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ബൈ ദി കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് റിഫ്ലക്ട്സ് ദി ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ദെയർ കറണ്ട് ബാലൻസ്. ഇതിനെയാണ് ICMA ലണ്ടൻ ഇതേ രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇൻ ദിസ് സിസ്റ്റം ഈച്ച് റിസീപ്റ്റ് ആൻഡ് ഇഷ്യൂസ് ആർ റെക്കോർഡഡ് ആൻഡ് ബാലൻസ് ഈസ് അസർട്ടൈൻഡ്. ഓക്കെ, ഇതിനെയാണ് പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് റെക്കോർഡുകളാണ് ബിൻ ഗാർഡ്, അതേപോലെ തന്നെ സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്ന ഈ രണ്ട് റെക്കോർഡ്സുകളാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ ഫാക്ടറികൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് രണ്ടിനെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ബിൻ ഗാർഡ് എന്താണ്, സ്റ്റോർസ് ലെഡ്ജർ എന്താണെന്ന്. പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബേസ്ഡായിട്ട് റെക്കോർഡ് ചെയ്ത് ബാലൻസ് കണ്ടെത്തുന്ന മെത്തേഡിനെയാണ് സിമ്പിളായിട്ട് നമ്മൾ പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ വരുന്ന മറ്റൊരു മെത്തേഡാണ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ഈസ് ഫോളോഡ് ബൈ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റൂ, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ സിസ്റ്റം അണ്ടർ വിച്ച് ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് മെറ്റീരിയൽസ് ഈസ് ഡൺ ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. കണ്ടിന്യൂസ് ബേസ്ഡ് ആയിട്ട് ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിംഗ് ആണ് നടത്തുന്നത്. ഇവിടെ ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിംഗ് നടത്തുന്നില്ല, ഇതിൻ്റെ റെക്കോർഡിങ്സ് ആണ് നടത്തുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത് ഡിഫറൻസ്. ഇവിടെ ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിംഗ് ആണ് കണ്ടിന്യൂസ് ബേസിസ് ആയിട്ട് നടത്തുന്നത്. ഏതിൽ, കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിങ്ങിൽ നടത്തുന്നത്. കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് സിസ്റ്റം പ്രകാരം ചെയ്യുന്നത് കുറച്ച് മെറ്റീരിയൽസിനെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തിട്ട് ചെക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ ഒരു കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിങ്ങിൽ നടത്തുന്നത്. അങ്ങനെ നെക്സ്റ്റ് മൂന്നാമത്തെ സിസ്റ്റമാണ് പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഈസ് ഡൺ വൺസ് ഇൻ എ പീരീഡ്. ഒരു പീരീഡിൽ, ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമാണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുന്നത്. ഇത്തരം സിസ്റ്റത്തെയാണ് പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സാധാരണ അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ, ഒരു അക്കൗണ്ടിങ് ഇയർ സ്റ്റോപ്പ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, മെറ്റീരിയലിനെ ചെക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് ആനുവൽ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയും. സാധാരണ 2 or 3 days എന്ത് ചെയ്യും, നമ്മുടെ ഫാക്ടറികൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവിടെ വർക്കൊന്നും നടക്കാതെ മെറ്റീരിയൽ ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ഷോപ്പുകളിലൊക്കെ കട അടച്ചതിന് ശേഷം സ്റ്റോക്ക് ടേക്കിംഗ് എന്നും പറഞ്ഞിട്ട് ബോർഡ് വെക്കുന്നത് നമ്മൾ സാധാരണ കാണാറുണ്ട്. അത്തരത്തിൽ 2-3 ദിവസം എന്ത് ചെയ്യുന്നു, ഫാക്ടറി അടച്ചിട്ട് എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽസിനെ ചെക്ക് ചെയ്യുന്നു അക്കൗണ്ടിങ് ഇയർ അവസാനം. ഇതിനെയാണ് പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ.